ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വിഷു പെരുന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ പൂരമാണ് കേട്ടോ. അപ്പോൾ കാലത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് സുഡാപ്പിക്ക് തീരെ വയ്യ കേട്ടോ, ക്ഷീണമാണ്. പിന്നെ വിഷുവിൻ്റെ അന്ന് ഉച്ചരിഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ, പെട്ടെന്നായിരുന്നു കേട്ടോ പനി. അപ്പോൾ അവ ഐസും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു, ആദ്യം ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നേരം കമ്പിത്തിരി കത്തിക്കലും അതും ഇതൊക്കെ ആയിരുന്നു, ഓട്ടം ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം കിടക്കാൻ പറഞ്ഞു. പക്ഷേ ആൾ കിടന്ന് എണീറ്റപ്പോൾ ഭയങ്കരമായിട്ട് പനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേലൊക്കെ ഒന്ന് തുടച്ച് പനിയുടെ മരുന്നൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ആൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ടപ്പോൾ ശരിയായി. പക്ഷേ ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ തൊട്ട് ഭയങ്കര വാശിയായിരുന്നു, ചിക്കൻ വേണം എന്നും പറഞ്ഞിട്ട്. പക്ഷേ പനിക്കണ കാരണം കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാനത് മേടിച്ചില്ല കേട്ടോ. പിറ്റേ ദിവസം മേടിക്കാമെന്ന് പറഞ്ഞു. പനി മാറിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ പല്ല് തേക്കാനൊക്കെ ഭയങ്കര ഒരു തളർച്ച പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം പല്ലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ആൾ ഉഷാറായി. പനിയൊന്നുമില്ല കേട്ടോ ആൾക്ക്, പനിയൊക്കെ നല്ല പോലെ മാറിയിട്ടുണ്ട് കേട്ടോ. മരുന്ന് കുടിക്കണതിൻ്റെ ക്ഷീണം എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിലും കാലത്ത് എണീറ്റപ്പോൾ അതുപോലെ തന്നെ നല്ല തലകറക്കം, എന്താണെന്നറിയില്ല, പ്രഷർ ഇടയ്ക്ക് കുറയാറുണ്ട്, അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. തലകറക്കം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാലത്തൊക്കെ തട്ടി മുട്ടി നീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സുഡാപ്പി എൻ്റെ നിന്ന് ഫോൺ മേടിച്ചു, ഞാൻ എടുക്കാമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിന് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു പാത്തൂസ്. അപ്പം എന്നെ അടിച്ച് വരാൻ സമ്മതിക്കണേ ഇല്ല, എൻ്റെ കാലും ഒന്ന് പിടിച്ച് വെക്കുകയായിരുന്നു കേട്ടോ, കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വേഗം ഒന്ന് അടിച്ചങ്ങോട്ട് ഞാൻ വേഗം കയറിയിട്ട് പകുതി ആക്കിയിട്ടു കേട്ടോ. പിന്നെ റോട്ടിൽ തന്നെ ആയ കാരണം കൊണ്ട് അങ്ങനെ റോട്ടിൽ അങ്ങനെ ഇടാൻ പറ്റില്ല. വീട്ടിലാകുമ്പോൾ നമുക്ക് പിന്നീട് പോയിട്ട് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ അടിച്ച് വേഗം ഇതാക്കി എടുത്തു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അടിച്ചു തരാൻ പോണതിന് മുമ്പായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബൂരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കാലത്ത് നിന്നിട്ടപ്പോൾ അവന് ഇഷ്ടമുള്ള ഭക്ഷണം ബൂരി മസാലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ മോനാണെങ്കിൽ ക്യാമ്പിന് പോയ കാരണം കൊണ്ട് കടയ്ക്ക് പോകാനും ആരുമില്ല. പിന്നെ ഞാൻ പോകുമ്പോൾ പിന്നെ ഇവരൊക്കെ വലിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പം അത് കാരണം കൊണ്ട് പിന്നെ അവൻ പറഞ്ഞു തക്കാളി ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് തക്കാളി ചമ്മന്തി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബൂരി ഇപ്പുറത്താവണതിൻ്റെ ഇടയിൽ സബോള ഒന്ന് വാട്ടിയെടുക്കാമല്ലോ. അപ്പം അങ്ങനെ അതും ഇതും നടക്കുമല്ലോ. പിന്നെ ചൂടോട് കൂടി തന്നെ കൊടുക്കാം. എന്നിട്ട് അത് കൊടുത്തിട്ട് ഒന്ന് മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പനി മാറിയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മരുന്ന് നിർത്തരുത്. നമ്മൾ കൊടുക്കുന്നതിൻ്റെ നല്ല പോലെ ഡോസ് കുറച്ചിട്ട് ഒരു 2 നേരം കൊടുക്കണം, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ബൂരിയായി, തക്കാളി ചമ്മന്തിയായി. ഇനിയിപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുടിക്കാനായിട്ട് കുറച്ച് ജീരകവെള്ളം കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബൂരിയൊക്കെ ആയതിൻ്റെ ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചോറും കൂടി അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്ക് ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞപ്പോൾ അവന് മാമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന് കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഫ്രണ്ടിലത്തെ വീട്ടിലുണ്ട് കേട്ടോ മാമ്പഴം. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സുഡാപ്പിയും പാത്തൂസ് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കണുണ്ട്. അപ്പോൾ എനിക്കും കൊതിയായിട്ടോ. അപ്പോൾ ഞാനും ഒരു മാമ്പഴം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ണികൾക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. സാമ്പാറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്കും തീരെ വയ്യ. അപ്പോൾ ഇന്നുള്ളത് കൊണ്ട് തട്ടിമുട്ടി നീക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.